നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേട്ടാ, ആയിരപ്പറയിലെ ബാലമാഷിന്റെ വീട് അവിടെയാ. കൊണ്ടാക്കിയാ മതി. കരയിലെ സമാധാനപ്പെടും. എന്താ മോളെ? എന്തു പറ്റി? എന്താ പറ്റിയെന്ന് പറ മോളെ. അയ്യോ ചാരു, എന്തിനാ കരയുന്നേ? മോള് രാവിലെ കച്ചവടത്തിന് വണ്ടിയായിട്ട് പോയതല്ലേ? എന്നിട്ട് വണ്ടി എവിടെ? മോള് കരയാതെ കാര്യം പറ. മോളെ കരച്ചിൽ കണ്ടിട്ട് ബാലമാമയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ. ചേട്ടന്റെ ഓഫീസിൽ നിന്ന് മാർക്കറ്റിലേക്ക് ആളുകൾ വന്ന് അവിടെ ഉണ്ടായിരുന്ന തട്ടുകളും എന്റെ വണ്ടിയൊക്കെ കൊണ്ടുപോയി ബാലമാമ. ഓ, ഇതിനാണോ ഇവളിവിടെ കിടന്ന് നെഞ്ചത്തടിക്കുന്നേ? ഞാൻ വിചാരിച്ചു ഇവിടെ ആരെങ്കിലും ചത്തൂന്ന്. മോളെ, നിനക്ക് ആകാശനെ വിളിച്ച് കാര്യം പറഞ്ഞുകൂടായിരുന്നോ? വണ്ടി കൊണ്ടുപോകുമ്പോ അക്കുച്ചേട്ടനും ഉണ്ടായിരുന്നു. മോളെ വണ്ടി കൊണ്ടുപോകുന്ന കണ്ടിട്ട് അവനൊന്നും പറഞ്ഞില്ലേ? അവിടുന്ന് വണ്ടി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. അവൻ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ ചാരു നീ കരയുന്നേ? വണ്ടി അവിടുന്ന് കൊണ്ടുപോകുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ശിവ ചേച്ചി. എന്റെ ജീവൻ പോകുന്ന പോലെ എനിക്ക് തോന്നി. പോയതിനാണോ നീ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നേ? അമ്മേ, ചാരുവിനെ വണ്ടി ജീവനാണെന്ന് നമുക്കറിയില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ബന്ധങ്ങളുടെ വില അറിയാത്തവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. നീ എന്തിനാ ഇവളോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത്? അവൾക്കത് തുരുമ്പായിരിക്കും. എന്നാ ചാരുമോൾക്ക് ആ വണ്ടി മോളുടെ ജീവനാ. വണ്ടി പോയ വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇവളെ ഒന്ന് ആശ്വസിപ്പിക്കണ്ട. ഒന്ന് വാതുറക്കായിരുന്നു ഇവിടെ അവൾക്ക്. ഓ, ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ അതാണല്ലോ ഇവിടെ എല്ലാവർക്കും പ്രശ്നം. ഇവളുടെ ഈ കരച്ചിൽ നാടകം എന്നും ഉള്ളതല്ലേ? അമ്മയൊന്നും മിണ്ടായിരിക്കമ്മേ. അമ്മേ, അമ്മയൊന്നകത്തേക്ക് പോയേ. എടി, നീ എന്തിനാടി എന്നെ അകത്തോട്ട് വിടാൻ നിൽക്കുന്നേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എടി, ഇവള് കെട്ടിക്കേറി വന്നിട്ട് വീട്ടിലിരുന്നൂടെ? അത് പറ്റില്ലല്ലോ. വണ്ടി എടുത്ത് നാട് നിറങ്ങി ഇറങ്ങണം. വലിയ ബിസിനസ്സുകാരിയാണെന്ന് അവിടെ വിചാരം. ഈ കുടുംബത്തിന് മാഷിന് ചീത്തപ്പേരുണ്ടാക്കാനല്ലേ ഇവള് ഈ വണ്ടി എടുത്തോണ്ട് ഇറങ്ങുന്നേ? ഓ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടു. PWD-കാരുടെ രൂപത്തിൽ വന്ന് എന്തായാലും വണ്ടി അങ്ങ് എടുത്തോണ്ട് പോയല്ലോ. ഇനിയെങ്കിലും ഈ നാട് നിറങ്ങാൻ പോവാതെ ഇവിടെയുള്ള ജോലികൾ നോക്കി ജീവിക്കാൻ പറയവളോട്. മൈക്ക് വെച്ച് ഈ കുടുംബത്തിന്റെ പേര് കളയാതെ അടങ്ങി ഒതുങ്ങി ഇവിടെങ്ങാനും ഇരിക്കും. അവിടെ ഒരു തുണിക്കച്ചവടം. ഈ നിന്റെ ആ തിരുവാ തുറന്നാലുണ്ടല്ലോ,
വഴക്കുണ്ടാക്കല്ലേ പ്ലീസ്. മോള് കരയണ്ട. പിടിച്ചെടുത്ത വണ്ടികളും തട്ടുമൊക്കെ സാധാരണ എന്താ ചെയ്യാറ്? ഫൈൻ അടപ്പിച്ച് തിരിച്ചു കൊടുക്കും മാഡം. ഫൈനൊന്നും വേണ്ട. ഫൈൻ അടച്ചു കഴിഞ്ഞ് അവർ വീണ്ടും അവിടെ വന്ന് കച്ചവടം തുടങ്ങും. അതുകൊണ്ട് പിടിച്ചെടുത്ത വണ്ടികളൊന്നും തിരിച്ചു കൊടുക്കണ്ട. ശരി ശരി മാഡം. മാഡം. ചില ആളുകൾ വന്ന് വേണ്ടപ്പെട്ടവരുടെ ആണെന്നും പറഞ്ഞ് വണ്ടികൾ തിരിച്ചു കൊടുക്കാൻ പറയും. ഞാൻ അറിയാതെ ഒന്നും ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. പിടിച്ചെടുത്തത് എന്തൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എല്ലാരും കേട്ടല്ലോ? Yes, madam. അക്കുച്ചേട്ടാ, എന്റെ വണ്ടി എവിടെ? ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? എന്താ അക്കുച്ചേട്ടാ? കാക്കുതി, ആ വണ്ടി ആരും കൊണ്ടുവരുന്നില്ല. അതെന്താ? അക്കുച്ചേട്ടനല്ലേ പറഞ്ഞത് ഓഫീസിൽ പോയി വരുമ്പോ കൊണ്ടുവരാന്ന്? ഇനി ആ വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല. കിട്ടില്ലേ? അതെന്താ അക്കുച്ചേട്ടാ? അക്കുച്ചേട്ടൻ എനിക്ക് വാക്ക് തന്നല്ലേ വണ്ടി കൊണ്ടുവരാന്ന്. എന്നിട്ട് വണ്ടി എവിടെ? സോറി, വണ്ടി തിരിച്ചു കൊടുത്താ വീണ്ടും ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്ത് വന്ന് കച്ചവടം ചെയ്യുമെന്ന് പറഞ്ഞ്